നമസ്കാരം. നമ്മൾ കുറച്ച് നാളായി സ്ഥിരം കാണുന്നൊരു വാർത്തയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം. എന്തിനാണ് ശരിക്കും അമേരിക്കയും ഇറാനും യുദ്ധം ചെയ്യുന്നത്? അമേരിക്ക പറയുന്നത് ഇറാൻ്റെ കയ്യിലുള്ള യുറാനിയം എൻറിച്ച്മെൻറ്റ് ഏകദേശം 90% ആയെന്നാണ്. അപ്പോൾ എന്താണ് ഈ യുറാനിയം? എന്താണ് യുറാനിയം എൻറിച്ച്മെൻറ്റ്? ഈ 90% ആയി എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും ഈ യുറാനിയം ഇത്രയും പ്രശ്നക്കാരനാണോ? ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ യുറാനിയം എന്താണെന്ന് മനസ്സിലാക്കണം. യുറാനിയം എന്നുള്ളത് ഒരു ഹെവി മെറ്റലാണ്. അതിന് റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അവിടെയാണ് ഈ പ്രശ്നം മൊത്തം ഇരിക്കുന്നത്. ഇത് എവിടെയാണ് കാണുന്നത്? ഭൂമിയുടെ ഇടയിൽ കാണുന്ന ഒരു സ്വാഭാവികമായിട്ടൊരു മെറ്റൽ തന്നെയാണ് യുറാനിയം. നമ്മുടെ ഇന്ത്യയിൽ ചെറിയൊരു ശതമാനം യുറാനിയം ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഓസ്ട്രേലിയ, കാനഡ, കസ്കസ്തിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ്. ഇറാൻ്റെ കയ്യിൽ ഇന്ത്യയിലുള്ള യുറാനിയത്തിന് അത്രയും പോലും അളവില്ലെന്നാണ് പറയുന്നത്. അത് ഭൂമിയുടെ അടിയിൽ. പിന്നെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും? അവർ ഭൂമിയുടെ അടിയിൽ കാണുന്ന യുറാനിയം എടുത്തിട്ട്, അതായത് ഭൂമിയുടെ അടിയിൽ യുറാനിയത്തിൻ്റെ 2 ഐസോട്ടോപ്പുകളായിട്ടാണ് കാണുന്നത്. നമ്മൾ പീരിയോഡ് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 92ാമത്തെ എലമെൻ്റാണ് ഈ പറയുന്ന യുറാനിയം. ഇതിൻ്റെ 2 ഐസോട്ടോപ്പുകൾ. ഐസോട്ടോപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രോട്ടോൺ സെയിം ആയിരിക്കും, എന്നാൽ ഇതിൻ്റെ ന്യൂട്രോണിൻ്റെ നമ്പർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ യുറാനിയം നമ്മൾ ഭൂമിയിൽ കാണുന്നത് യുറാനിയം 235ഉം യുറാനിയം 238ഉം ആയിട്ടാണ്. അപ്പോൾ യുറാനിയം 238 ഉള്ളതുകൊണ്ട് വലിയ വിഷയമൊന്നും വന്നില്ല. യുറാനിയം 235 ആണ് പ്രശ്നക്കാരൻ. നമ്മൾ അണ്ണൻ തമ്പി സിനിമ കാണുമ്പോൾ അതിനകത്ത് അണ്ണനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, തമ്പിയാണ് പ്രശ്നക്കാരൻ. ഓടി നടന്ന് അടി ഉണ്ടാക്കും. അന്ന് പറഞ്ഞ പോലെയാണ് യുറാനിയം 235. യുറാനിയം 235 ഭയങ്കര പ്രശ്നക്കാരനാണ്. അവൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. U38 ആണെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല. അവൻ മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങിയ സ്ഥലത്ത് സ്വന്തം കാര്യം നോക്കി ഇരുന്നോളും. അപ്പോൾ യുറാനിയം 235 എന്താ ഇത്ര പ്രത്യേകത? ഇതാണ് യുറാനിയം 235 എന്ന് വിചാരിക്കുക. ഇവനെ ഒരു ന്യൂട്രോൺ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അതിന് ബൊമ്പാർഡ് ചെയ്യാന്ന് പറയും. ഇത് 2ആയി സ്പ്ലിറ്റ് ആവും. ഇത് 2ആയി സ്പ്ലിറ്റ് ആവണ മാത്രമല്ല, ഇത് സ്പ്ലിറ്റ് ആവണ സമയത്ത് ഇത് പുറത്തേക്ക് 2 അല്ലെങ്കിൽ 3 ന്യൂട്രോണെ പുറത്തേക്ക് വിടും. ഇതിനകത്തൊരു വിഷയമുണ്ട്. അതായത് സാധാരണ ഒരു വസ്തു, ഇപ്പോൾ ഇതൊരു ഇഷ്ടിക എന്ന് വിചാരിച്ചോ. ഇതിന് നമ്മൾ 1 കിലോ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ഇഷ്ടിക, ഈ 1 കിലോ ഉള്ള ഇഷ്ടിക നമ്മൾ 2ആയിട്ട് മുറിച്ചിട്ട് ഈ മുറിച്ച 2 പീസും നമ്മൾ വെയിറ്റ് നോക്കുകയാണ്, അതിൻ്റെ മാസ് നോക്കുമ്പോൾ വീണ്ടും 1 കിലോ തന്നെ വരും. ഇനി യുറാനിയത്തിൻ്റെ കേസ് അങ്ങനെയല്ല. യുറാനിയം 235ൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിന് ഇത്ര മാസ് ഉണ്ട്. ഈ മാസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ന്യൂട്രോൺ വെച്ച് ഇടിക്കുകയാണ്, ഇടിച്ച് 2ആക്കുകയാണ്. ഈ 2ആക്കി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മാസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന മാസിൻ്റെ അത്രയും മാസ് ഉണ്ടാവില്ല 2 എണ്ണത്തിന്. അപ്പോൾ ബാക്കി മാസ് അവിടെ പോയി. അവിടെയാണ് ഐൻസ്റ്റീൻ്റെ ഫേമസ് ഇക്വേഷൻ E=mc² എന്നുള്ള ഇക്വേഷൻ വരുന്നത്. അതായത് ഈ നഷ്ടപ്പെട്ട മാസ് എനർജി ആയിട്ട് മാറി. ഇവിടെ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. ചെറിയൊരു മാസമാണെങ്കിൽ പോലും നഷ്ടപ്പെട്ടത് E=mc². അതായത് നഷ്ടപ്പെട്ട മാസ് എനർജി ആകുമ്പോൾ അവിടെ സി എന്നുള്ളത് ലൈറ്റിൻ്റെ സ്പീഡാണ്, c². അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ ഡബിളായി. അത്രയും എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചെറിയൊരു മാസ് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി വളരെ വലുതാണ്. അപ്പോൾ ഈ യുറാനിയത്തിൽ ഒരു ന്യൂട്രോൺ വന്നിരിക്കുന്നു, ഇത് 2ആകുന്നു. എന്നിട്ട് 2 അല്ലെങ്കിൽ 3 ന്യൂട്രോണും പുറത്തേക്ക് വിടുന്നു. ഇതിനാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു യുറാനിയം 235 ഉള്ളെങ്കിൽ വിഷയമൊന്നും വന്നില്ല, അതവിടെ തീർന്നു, പരിപാടി കഴിഞ്ഞു. ഇവിടുത്തെ വിഷയം വന്നത് ഒരു യുറാനിയം വെച്ചു, അതിൻ്റെ തൊട്ടപ്പുറം അടുത്ത യുറാനിയം വെച്ചു, അതിൻ്റെ അടുത്ത അപ്പുറം യുറാനിയം 235 വെച്ചു. ഈ യുറാനിയം 235 ഇങ്ങനെ നിരത്തി പിടിച്ച് വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ യുറാനിയത്തിൽ ഇടി കിട്ടി, ഒരു ന്യൂട്രോൺ വന്ന് ഇടിച്ചു, ഇവൻ 2ആയി. അപ്പോൾ ഇത് 2 പറഞ്ഞത് 2 അല്ലെങ്കിൽ 3 ന്യൂട്രോൺ ഈ പ്രോസസ്സിൽ റിലീസാവും. ഈ റിലീസായ ന്യൂട്രോൺ പോയിട്ട് അപ്പുറത്തിരിക്കുന്ന യുറാനിയത്തിൽ പോയിരിക്കും. അപ്പോൾ അവനും 2ആവും. അവിടെ നിന്ന് റിലീസാവുന്ന ന്യൂട്രോൺ തൊട്ട് അപ്പുറത്തിരിക്കുന്ന യുറാനിയത്തിൽ പോയിരിക്കും. ആ യുറാനിയം 2ആവും. അവിടെ നിന്ന് വീണ്ടും 2 അല്ലെങ്കിൽ 3 ന്യൂട്രോൺ റിലീസാവും. അത് വീണ്ടും അപ്പുറത്തിരിക്കുന്ന യുറാനിയത്തിൽ പോയിരിക്കും. ഇതെല്ലാം പൊട്ടുമ്പോൾ ഇങ്ങനെ എനർജി റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെയിൻ റിയാക്ഷനായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഈ സംഭവം തന്നെയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിലും ന്യൂക്ലിയർ ബോംബിലും ഉപയോഗിക്കുന്നത്. ഈ സെയിം പ്രിൻസിപ്പിൾ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കൺട്രോൾഡ് റിയാക്ഷനാണ്. അതായത് ഈ പുറത്തേക്ക് പോണ ന്യൂട്രോണെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ കൺട്രോൾ റോഡ് വെച്ചിട്ട് ഇതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര ന്യൂട്രോൺ, അതായത് ഒരു യുറാനിയം ഇടിച്ച് ചെയ്യുമ്പോഴേക്കും 2 അല്ലെങ്കിൽ 3 ന്യൂട്രോൺ പുറത്താകുന്നുണ്ടല്ലോ, അത് എത്ര എണ്ണം അബ്സോർബ് ചെയ്യണം, എത്ര എണ്ണം അപ്പുറം പോയി ഇരിക്കണം എന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ന്യൂക്ലിയർ ബോംബിൻ്റെ കേസിൽ കൺട്രോളൊന്നുമില്ല, ഒരു കൺട്രോളും ഇല്ല. വന്നിടിച്ചു, 2 ന്യൂട്രോൺ വന്നു, 3 ന്യൂട്രോൺ വന്നു, അപ്പുറം പോയി ഇടിച്ചു, അവൻ 2, 3 ഇത് ഇങ്ങനെ ഇടിച്ച് മൊത്തത്തിൽ പൊട്ടിത്തെറി. അപ്പോൾ ഉണ്ടാവുന്ന എനർജി എന്നുള്ളത് വളരെ വലിയൊരു എനർജി ആയിരിക്കും. അപ്പോൾ ആൾക്കാർ ബോംബ് പൊട്ടി മരിക്കും. അതുപോലെ തന്നെ റേഡിയേഷൻ മൂലം ആൾക്കാർ. ഇതാണ് യുറാനിയം 235ൻ്റെ പ്രശ്നം. ഇനി
ഈ യുറാനിയം എങ്ങനെയാണ് നമ്മൾ ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത്? നമുക്ക് ചുമ്മാ പോയിട്ട് യുറാനിയം കുഴിച്ചെടുക്കാൻ പറ്റുമോ? അപ്പോൾ യുറാനിയം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും? അതായത് ചില സ്ഥലങ്ങളിൽ സാധാരണക്കാലും റേഡിയേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ജിയോളജിസ്റ്റുകൾ അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ ഇതിന് റേഡിയേഷൻ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ യുറാനിയം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർ വന്നിട്ട് അത് ചെക്ക് ചെയ്യും. ഇത് കൂടുതലും ഉണ്ടാവുന്നത് പാറകളിലും കാര്യങ്ങളിലൊക്കെയാണ് യുറാനിയം ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്ന് ഇത് വന്നിട്ട് നോക്കും. ഇവിടെ യുറാനിയം കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ലാഭമാണോ എന്ന് നോക്കും. കാരണം ഇത് ഭയങ്കര പൈസ ചിലവുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ കുഴിച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള യുറാനിയം കിട്ടുമെന്ന് നമ്മൾ നോക്കണം. അങ്ങനെ ഒക്കെ സെറ്റ് ആകുമ്പോഴാണ് മൈനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണത്. മൈൻ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പാറകളെല്ലാം പൊട്ടിച്ചിട്ട്, അപ്പോൾ പാറകൾ പൊട്ടിച്ചിടുമ്പോൾ യുറാനിയം അങ്ങനെ തന്നെ നമുക്ക് കുഴിച്ച് യുറാനിയം അവിടെ ഉണ്ട്, എന്നാൽ കുറച്ച് യുറാനിയം എടുത്തേക്കാന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല. ഈ പാറകൾ പൊട്ടിക്കുന്ന സമയത്ത് പാറകളും യുറാനിയവും അതുപോലെ തന്നെ ബാക്കിയുള്ള മിനറൽസും പിന്നെ കുറേ പൊടിയും അതും ഇതെല്ലാം കൂടിയിട്ടാണ് യുറാനിയം. അങ്ങനെയാണ് ഈ സംഭവം വന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സാധനം ആദ്യം ചെയ്യുന്ന കാര്യം കെമിക്കൽ ലീച്ചിങ് ചെയ്യും. അതായത് പാറയുടെ സ്വഭാവം അനുസരിച്ച് ഒന്നല്ലെങ്കിൽ ആസിഡ് അല്ലെങ്കിൽ ആൽക്കലൈൻ ഒഴിച്ചിട്ട് ഈ കിട്ടിയ സാധനങ്ങളിൽ കെമിക്കൽ ഒഴിച്ച് കെമിക്കൽ ലീച്ചിങ് ചെയ്യും. അങ്ങനെ കെമിക്കൽ ലീച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഇപ്പോൾ ഇത് പാറ ഇപ്പോൾ ലൈം സ്റ്റോൺ പാറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആസിഡ് ഒഴിച്ചിട്ട് കാര്യമില്ല. കാരണം യുറാനിയമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ലൈം സ്റ്റോൺ ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ കൂടുതലും ആസിഡ് ഒഴിച്ചാൽ മാത്രമേ പിന്നെ യുറാനിയമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള കേസുകളിലൊക്കെ ആൽക്കലൈൻ സൊല്യൂഷനാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ റോക്ക്. നമ്മൾ ഈ പറഞ്ഞ ആസിഡ് അല്ലെങ്കിൽ ആൽക്കലൈൻ സൊല്യൂഷൻ ഒഴിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസിൽ നിന്നും പാറയുടെ പൊടിയിൽ നിന്നൊക്കെ യുറാനിയത്തെ വേർതിരിച്ചെടുക്കും. അപ്പോൾ യുറാനിയത്തെ അങ്ങനെ വേർതിരിച്ചെടുക്കുമ്പോൾ യുറാനിയം ഓക്സൈഡ് ആവും, U3O8 ആവും. ഈ സാധനത്തിനാണ് യെല്ലോ കേക്ക് എന്ന് പറയുന്നത്. അതൊരു മഞ്ഞ കളർ പൊടിയാണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം ഇപ്പോൾ നമുക്ക് യുറാനിയമാണ് കിട്ടിയേക്കുന്നത്. യുറാനിയം 235 കിട്ടിയിട്ടില്ല. ഭൂമിയിൽ ആകെ കാണുന്ന യുറാനിയത്തിൻ്റെ വെറും 0.7% മാത്രമാണ് എന്താണ് യുറാനിയം 235. 99.3% യുറാനിയം 238 ആണ്. യുറാനിയം 238 കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ടല്ല ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് വിറകെടുക്കുക. അപ്പോൾ വിറക് നനഞ്ഞ വിറകുണ്ട്, നല്ല ഉണങ്ങിയ വിറകുണ്ട്. നമുക്ക് ഏതാ കത്തിക്കാൻ ഉപകാരം വരുന്നത്? ഈ നനഞ്ഞ വിറക് കൊണ്ടിട്ടാൽ കത്തൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ നനഞ്ഞ വിറകിൽ നിന്ന് ഉണങ്ങിയ വിറക് വേർതിരിച്ചെടുക്കും. എന്നിട്ട് ആ ഉണങ്ങിയ വിറക് വെച്ചിട്ടാണ് നമ്മൾ തീ കത്തിക്കുള്ളൂ. ഈ സെയിം പരിപാടിയാണ് യുറാനിയം എൻറിച്ച്മെൻറ്റ്. ഈ 238 എന്നുള്ള ഉഴപ്പൻ സ്വഭാവമുള്ള യുറാനിയത്തിൽ നിന്ന് 235 എന്നുള്ള യുറാനിയം മാറ്റിയെടുക്കുന്ന പരിപാടിയാണ് യുറാനിയം എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 99.3% എന്താണ് യുറാനിയം 238 ആണ്. വെറും 0.7% മാത്രമാണ് യുറാനിയം 235 ഉള്ളൂ. അപ്പോൾ യുറാനിയം ഇപ്പോൾ നമുക്ക് കിട്ടിയത് യെല്ലോ കേക്ക്, യുറാനിയം ഓക്സൈഡ്, U3O8. അതിൽ കൊണ്ട് നമ്മൾ ഈ പരിപാടി ഒപ്പിച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ന്യൂട്രോൺ കൊണ്ട് ഇടിച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ തന്നെ നിൽക്കും. കാരണം യുറാനിയം 235ൻ്റെ എമൗണ്ട് വളരെ കുറവാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യുറാനിയം 238 നിന്ന് യുറാനിയം 235നെ മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഇത് കാണാനും എല്ലാം ഒരേപോലെ ഇരിക്കണേ. ഇതെങ്ങനെ മാറ്റും? അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് യുറാനിയം ഓക്സൈഡാണ്. അപ്പോൾ ഇവനെ മാറ്റാനായിട്ട് പല വഴികൾ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ മാൻഹാട്ടൻ പ്രോജക്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ യുറാനിയം 238 നിന്ന് 235 വേർതിരിച്ചെടുക്കാൻ പല പല വഴികൾ നോക്കി. അതിനകത്ത് നിലവിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗ് പ്രോസസ്സിൽ ഇടുക എന്നുള്ളതാണ്. അതായത് സെൻട്രിഫ്യൂഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും, ഒരു വെസലുണ്ട്, അതിനകത്ത് ആ വെസൽ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ കറങ്ങും. അതായത് ഒരു മിനിറ്റിൽ ഏകദേശം 40,000 to 90,000 റൊട്ടേഷൻസ് ഒരു മിനിറ്റ് കറങ്ങും. ഈവൻ ജെറ്റ് എഞ്ചിൻ കറങ്ങണ ഏതാണ്ട് 10,000 പെർ മിനിറ്റ് എങ്ങാനാണ് ജെറ്റ് എഞ്ചിൻ കറങ്ങണത്. അതിനേക്കാളും എത്ര ഇരട്ടിയാന്ന് നോക്കി സെൻട്രിഫ്യൂഗിൽ കറങ്ങണത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ കറങ്ങണ സമയത്ത് എന്ത് സംഭവിക്കും? യുറാനിയം 238ഉം യുറാനിയം 235ഉം തമ്മിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസമില്ല, കാണാൻ വ്യത്യാസമില്ല. ആകെ വ്യത്യാസമുള്ള ചെറിയൊരു മാസിന് വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് ഈ സ്പീഡിൽ സെൻട്രിഫ്യൂഗിലിട്ട് കറക്കുമ്പോഴേക്കും യുറാനിയം 238, മാസ് കൂടുതലുള്ള യുറാനിയം 238 ഈ സെൻട്രിഫ്യൂഗിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വരും. മാസ് കുറഞ്ഞ യുറാനിയം 235 ഈ സെൻട്രിഫ്യൂഗിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് വരും. ഇതാണ് ഈ പരിപാടി. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് യെല്ലോ കേക്കാണ്, അതായത് യുറാനിയം ഓക്സൈഡ്. ഇവൻ ഒരു പൊടിയാണ്, അതായത് സോളിഡ് ഫോമാണ്. ഈ സോളിഡ് ആയിട്ടുള്ള സാധനം ഈ സെൻട്രിഫ്യൂഗിനകത്തിട്ട് കറക്കാൻ പറ്റില്ല. ഇതിനകത്തിട്ട് കറക്കണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയ യുറാനിയം ഓക്സൈഡിനെ ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്യും.
അപ്പോൾ നമുക്ക് യുറാനിയം ഹെക്സാ ഫ്ലൂറൈഡ് ഉണ്ടാവും. യുറാനിയം ഹെക്സാ ഫ്ലൂറൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് ചൂടാക്കി കഴിഞ്ഞാൽ അത് ഗ്യാസായി മാറും. ഗ്യാസായി കഴിഞ്ഞാൽ നമുക്കത് സെൻട്രിഫ്യൂഗ് മെഷീനിൽ പാസ് ചെയ്യാൻ പറ്റും. നമുക്കിനി സെൻട്രിഫ്യൂഗ് മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഇതാണൊരു സെൻട്രിഫ്യൂഗ് മെഷീൻ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ യുറാനിയം ഹെക്സാ ഫ്ലൂറൈഡ് പാസ് ചെയ്യണം. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗ് മെഷീൻ ഒരു മിനിറ്റിൽ തന്നെ 40,000 ടു 90,000 റൊട്ടേഷൻസ് പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ ഏകദേശം 40,000 ടു 90,000 റൊട്ടേഷൻസ് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ കറങ്ങും. ഇങ്ങനെ കറങ്ങുമ്പോൾ സംഭവിക്കുന്നത് ഭാരം കൂടിയ യുറാനിയം 238 ഈ മെഷീൻ്റെ സൈഡ് ഭാഗങ്ങളിലേക്ക് വരും. ഭാരം കുറഞ്ഞ യുറാനിയം 235 ഇതിൻ്റെ നടുഭാഗങ്ങളിലേക്ക് വരും. അങ്ങനെയാണ് ഇത് വേർതിരിക്കുന്നത്. ഇത് ഒരു സെൻട്രിഫ്യൂഗ് മെഷീനിൽ വെച്ച് വേർതിരിക്കാൻ പറ്റില്ല. കാരണം ആദ്യത്തെ ഒരു സെൻട്രിഫ്യൂഗ് മെഷീനിൽ ഇങ്ങനെ കറക്കിയാൽ പോലും ഈ ഇതിൻ്റെ പുറം ഭാഗത്ത്, അതായത് സൈഡ് ഭാഗത്ത് യുറാനിയം 238 വരും. ഈ നടുക്ക് ഭാഗത്ത് യുറാനിയം 235ഉം അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് യുറാനിയം 238ഉം രണ്ടും കൂടെയാണ് നടുഭാഗത്ത് വരുന്നത്. എന്നിട്ട് ആ കിട്ടിയ അതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, നടുക്ക് കിട്ടുന്നത്. ഈ നടുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മളെടുത്ത് അടുത്ത സെൻട്രിഫ്യൂഗ് മെഷീനിലിടും. അവിടെ ഇത് തന്നെ വീണ്ടും നടക്കും. യുറാനിയം 235ഉം 238ഉള്ള മിക്സ്ചർ അതിനകത്തിടും. അവിടെ വീണ്ടും ഇതേ സംഭവം നടന്നു കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് വീണ്ടും യുറാനിയം 238 ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വരും. 235 ബാക്കിയുള്ള U38ഉം ഇതിൻ്റെ നടുഭാഗങ്ങളിലേക്ക് വരും. ആ കിട്ടിയ യുറാനിയം 235ഉം 238ഉം എടുത്ത് അടുത്ത സെൻട്രിഫ്യൂഗ് മെഷീനിലിടും. അവിടെ വീണ്ടും ഇത് ഇങ്ങനെ ഇത്രയും കറങ്ങും. കറങ്ങുമ്പോൾ യുറാനിയം 238 അതിനകത്തു നിന്നുള്ള യുറാനിയം 238ൻ്റെ ഒരു ഇച്ചിരി ഭാഗം ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ വരും. ബാക്കി 238ഉം 235ഉം നടുഭാഗങ്ങളുണ്ടാവും. അത് അപ്പുറത്തെ മെഷീനിലേക്ക് പോകും. ഇങ്ങനെ ആയിരക്കണക്കിന് സെൻട്രിഫ്യൂഗ് മെഷീനിൽ കാസ്കേഡ് ചെയ്ത് ഈ പ്രോസസ്സ് നടക്കുമ്പോഴാണ് നമുക്ക് യുറാനിയം എൻറിച്ചായ യുറാനിയം 235 കിട്ടുന്നത്. പല ആളുകൾക്കും ഉള്ളൊരു സംശയമാണ് ഈ 5%, 20%, 90% എൻറിച്ചായി എന്ന് പറയുമ്പോൾ ഇത് എന്തിൻ്റെ 5% ആണ് അല്ലെങ്കിൽ എന്തിൻ്റെ 90% ആണെന്നുള്ളത്. ചില ആൾക്കാർ വിചാരിക്കുന്നത് യുറാനിയം 238 കൺവേർട്ട് ചെയ്തിട്ട് ഈ സെൻട്രിഫ്യൂഗിൽ ഇട്ടിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് 235 ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കുള്ള യുറാനിയം 235 മാത്രമേ കിട്ടുള്ളൂ. കൺവേർഷൻ ഈ യുറാനിയം 238 കൺവേർട്ട് ചെയ്ത് യുറാനിയം 235 ആവില്ല. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഉള്ള ഈ മിക്സ്ചറിൽ നിന്ന് 0.7% ആണ് ഇനീഷ്യലി യുറാനിയം 235 ഉള്ളൂ. അതിൻ്റെ പെർസെൻറ്റേജ് കൂട്ടുക, അതായത് അതിൻ്റെ പെർസെൻറ്റേജ് കൂട്ടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുറാനിയം 238ൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കുക എന്നാണ്. അത് ഞാനിത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഒരു 1000 വിറകുണ്ടെന്ന് വെച്ചോ. അതിപ്പോൾ യുറാനിയം എന്ന് വിചാരിക്കുക 1000 വിറക്. അതിൻ്റെ 99.3% പച്ചവിറകാണ്, കത്തില്ലാത്ത പച്ചവിറകാണ്. ഉണക്കവിറക് ആകെ 0.7% ഉള്ളൂ. അതായത് 1000ൻ്റെ 0.7% എന്ന് പറഞ്ഞാൽ 7 ഉണക്കവിറകും 993 പച്ചവിറകുമാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു 500 പച്ചവിറകെടുത്ത് മാറ്റുവാണെന്ന് വെച്ചോ. 500 പച്ചവിറകെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഉണക്കവിറകിൻ്റെ എമൗണ്ട് അപ്പോഴും 7 തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നേരത്തെ 1000 വിറകുണ്ടായിരുന്നു, അതിനകത്ത് 7 ഉണക്കവിറകുള്ളൂ. അപ്പോൾ 0.7% ഡ്രൈ വുഡ് ഉണ്ട്, ഉണക്കവിറകുണ്ട്. ഇപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് 500 വിറകിനെടുത്ത് മാറ്റി, 500 പച്ചവിറകിനെ. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ ആകെ 500 വിറകേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നേരത്തെ 993 പച്ചവിറക് ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഇപ്പോൾ 493 പച്ചവിറകാണുള്ളൂ. ഉണക്കവിറക് അപ്പോൾ 7 തന്നെയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? 0.7% ഉണ്ടായിരുന്ന ഉണക്കവിറക് ഇപ്പോൾ 1.4% ആയി. ഇനി നമ്മൾ വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 500 വിറകുണ്ട്. നമ്മൾ അതിനകത്ത് നിന്ന് ഒരു 250 പച്ചവിറക് വീണ്ടും മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിലവിൽ 250 വിറകിൽ 243 പച്ചവിറകും 7 ഉണക്കവിറകും ഉണ്ടാവും. അപ്പോഴും ഉണക്കവിറകിൻ്റെ നമ്പർ കൂടുന്നില്ല, പക്ഷേ പെർസെൻറ്റേജ് കൂടുകയാണ്. ഇപ്പോൾ 250യുടെ 7 എന്ന് വെച്ചാൽ എത്രയാണ്? 250 വിറകുണ്ട്, അതിനകത്ത് 7 ഉണക്കവിറക് എന്ന് വെച്ചാൽ എത്ര വരും? 2.8% വരും. ഇങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് കൂട്ടുന്നത്. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 0.7%ൽ നിന്ന് ഒരു 4 to 5% ആവുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അതിനാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. അതാണ് ഏകദേശം 75% പണി. ഇനി 5%ൽ നിന്ന് 20% ആവുക എന്നുള്ളത് ബാക്കി 15% പണിയുള്ളൂ. 20% എൻറിച്ച് ആവുക എന്നുള്ളത് ത്രെഷോൾഡ് വാല്യൂ ആണ്. കാരണം 20%ൽ താഴെയാണെങ്കിൽ ലോ എൻറിച്ച് ചെയ്ത യുറാനിയം ആണ്. 20ൻ്റെ മുകളിലേക്കാണെങ്കിൽ ഹൈലി എൻറിച്ച് ചെയ്തതാണ്. ഹൈലി എൻറിച്ച് ചെയ്യുന്നതിനാ വൺസ് 20% കടന്നു കഴിഞ്ഞാൽ അത് വെപ്പൺ ഗ്രേഡ് യുറാനിയത്തിലേക്ക്, അതായത് വെപ്പൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി എൻറിച്ച് ചെയ്യുന്നത്. ഇനി 20%ൽ നിന്ന് 90% ആവുക എന്നുള്ളത് 10% പണിയുള്ളൂ. ഞാനത് ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞുതരാം. ഒരു 100 നിലയുള്ള ബിൽഡിംഗ് കയറുകയാണെന്ന് വിചാരിച്ചോ. ആദ്യത്തെ 5 നില കയറാനായിട്ട് നിങ്ങൾക്ക് 75 മിനിറ്റ് എടുക്കുമെന്ന് വിചാരിക്കുക. അതാണ് 75% പണി.
0.7ൽ നിന്ന് 5% യുറാനിയം എൻറിച്ച് ചെയ്യുക എന്നുള്ളത്. ഈ 5ാമത്തെ നിലയിൽ നിന്ന് 20ാമത്തെ നിലയിലേക്ക് കയറുക എന്നുള്ളത് 15 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. ഇനി 20ാമത്തെ നിലയിൽ നിന്ന്, ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, 20ാമത്തെ നിലയിൽ നിന്ന് 90ാമത്തെ നില കയറുക എന്നുള്ളത് 70 നില കയറണം. അത്രയും കയറുക എന്നുള്ളത് വെറും 10 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. വൺസ് 20% നിങ്ങളിൽ യുറാനിയം എൻറിച്ച്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, എൻറിച്ച് ആയിക്കഴിഞ്ഞാൽ, അത് വളരെ ഈസി ആയിട്ട് 90% ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് 20% യുറാനിയം എൻറിച്ച് ആയി എന്ന് പറയുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ പേടിക്കുന്നതിന് കാരണം. നമ്മൾ ഈ മരത്തിൻ്റെ ഉദാഹരണം വെച്ചിട്ട് സിമ്പിളായിട്ടൊരു കാൽക്കുലേഷൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് 11ാമത്തെ സ്റ്റെപ്പ് എത്തിയപ്പോഴാണ് 5% എൻറിച്ച് ആയത്. പിന്നൊരു 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും അത് 20% ആയി കഴിഞ്ഞു. അവിടെ നിന്ന് അടുത്ത 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും താണ്ടേ 90% ആയി കഴിഞ്ഞു. നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഒരു ബേസിക് കാൽക്കുലേഷൻ ഞാൻ ചെയ്ത് നോക്കിയതാണ്. യുറാനിയം ഒരു 3 to 5% എൻറിച്ച് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ട്രഡീഷണൽ മറ്റേ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനേക്കാളും, കോളിൽ നിന്നും മറ്റും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനേക്കാളും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തെർമൽ പവർ പ്ലാന്റ്, ഡാമൊക്കെ ഉണ്ടാക്കി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനേക്കാളും ക്ലീൻ ആയിട്ടുള്ള എനർജിയാണ് നമുക്ക് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് കിട്ടുന്നത്. ഇതേ യുറാനിയം വീണ്ടും എൻറിച്ച് ചെയ്ത് നമുക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ലോകത്തിന് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാം. മോശം കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതിന് വില കൊടുക്കേണ്ടി വരും.